പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ഒരു ബസ്സിലുണ്ടായ ഒരു അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീപക് എന്ന് പറയുന്ന ഒരു 42 വയസ്സുകാരൻ്റെ ആത്മഹത്യ നമ്മുടെ എല്ലാം മനസ്സിനെ വളരെയധികം നോവിച്ച ഒരു സംഭവമാണ്. ആ സംഭവം എന്താണെന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഒരു ആൾത്തിരക്കുള്ള ബസ്സിൽ ഈ ദീപക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു യുവതി, ആ യുവതിയോട് ഈ ദീപക് എന്ന് പറഞ്ഞ മനുഷ്യൻ തെറ്റായ രീതിയിൽ, ലൈംഗികമായ രീതിയിൽ ആ സ്ത്രീയോട് പെരുമാറിയെന്നും ആ പെരുമാറ്റത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ആ പെൺകുട്ടി പകർത്തിയത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ സാമൂഹ്യ മാധ്യമത്തിൽ അത് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ട് മനംനൊന്ത് ഈ ദീപക് എന്ന് പറഞ്ഞ ഈ 42കാരൻ ആത്മഹത്യ ചെയ്തു എന്നതുമാണ് വാർത്ത. ആ പെൺകുട്ടി എന്തോ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ എന്ന് കേൾക്കുന്നു. പയ്യന്നൂർ വെച്ചിട്ടാണ് ഈ സംഭവം, ബസ്സിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ദീപക് കോഴിക്കോടുകാരനാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ എന്തോ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ത്രീക്ക് ഈ പെൺകുട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ആ പെൺകുട്ടി രാജ്യം വിട്ടുപോയി എന്നൊക്കെ നമ്മൾ കേൾക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതിനെ സ്ത്രീകളിൽ ഒരു വിഭാഗം ഈ ദീപക് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ആത്മഹത്യയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതായി മനസ്സിലാക്കാൻ കഴിയും. അതങ്ങനെ ആത്മഹത്യ ചെയ്തെങ്കിൽ കുഴപ്പമില്ല, അത് ബസ്സിലുള്ള ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം സ്ത്രീകൾ, ഒരു പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു നിരീക്ഷണം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പം ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായമായി പുറത്തു വന്ന വനിതകളുണ്ടല്ലോ, അവരുടെ അഭിപ്രായത്തോട് 1% പോലും എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. സുഹൃത്തുക്കളെ, അത് പറയുമ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 2-2.5 പതിറ്റാണ്ട് കാലമായി ഒരുപാട് സ്ത്രീ പീഡന വിഷയങ്ങളിൽ ഇരകൾക്ക് വേണ്ടി, അതിജീവിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയിലും ഈ ദീപക് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ആത്മഹത്യയെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് അവിടെയും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ എനിക്ക് കഴിയില്ല എന്നത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക. എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഈ വിഷയത്തിൽ നമ്മൾ ദീപക് എന്ന് പറഞ്ഞ അയാൾ ആത്മഹത്യ ചെയ്തു, ആത്മഹത്യ ചെയ്ത മനുഷ്യനെ നമ്മൾ വീണ്ടും കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലൈംഗിക ചൂഷണം നടക്കുന്ന സ്ത്രീകളുടെ ആ ഒരു കോസിനെ, ലൈംഗിക ചൂഷണം നടത്തുന്ന സ്ത്രീകളല്ല, ലൈംഗിക ചൂഷണത്തിനെതിരെ ശക്തമായി പോരാടുന്ന സ്ത്രീകളുടെ ഒരു കോസിനെ ദുർബലപ്പെടുത്തുന്നതായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ബസ്സുകളിലും ഇതുപോലുള്ള പൊതു ഇടങ്ങളിലൊക്കെ വെച്ച് സ്ത്രീകൾ വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ബസ്സുകളിലൊക്കെ സ്ത്രീകൾ വലിയ തോതിൽ പുരുഷന്മാരിൽ നിന്ന് ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം അത് 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ലൈംഗിക ചൂഷണത്തിൻ്റെ തീവ്രത കൂടി വരികയാണ് എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കുണ്ട്. പക്ഷേ അത് കൂടി വരികയാണ് എന്നുള്ളത് നമ്മൾ പറയുമ്പോഴും, അങ്ങനെ ലൈംഗിക ചൂഷണം വ്യാപകമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും, ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ സ്ത്രീയെ നമ്മൾ ന്യായീകരിക്കുക എന്ന് പറയുന്നത് അത് അതിജീവിതകളുടെയും ഇരകളുടെയും എല്ലാം താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, എന്താ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്? വലിയ ആൾത്തിരക്കുള്ള ഒരു ബസ്. ആ ബസ്സിൽ ഈ ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി സഞ്ചരിക്കുന്നു. ആ വ്യക്തി ഒരു വനിത, ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ലൈംഗികമായി തെറ്റായ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള വിഷയം.
അങ്ങനെ പ്രതികരിച്ചപ്പോൾ ഈ പെൺകുട്ടി എന്താ ചെയ്തത്? അങ്ങനെ പ്രതികരിക്കുന്ന ആ ഭാഗം അത് വീഡിയോയിൽ ചിത്രീകരിക്കുന്നു. അത് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യും. ഇത് കണ്ടിട്ട് ഈ ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി മനോവ്യഥ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ ആ വിഷയം എടുത്തൊന്ന് വിശകലനം ചെയ്യണ്ടേ? ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് സ്പർശിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഞാൻ കണ്ടു. അവിടെ നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇതുപോലെ തെറ്റായ രീതിയിൽ ലൈംഗികമായിട്ട് പെരുമാറുന്ന പുരുഷന്മാർക്കെതിരെ ഉള്ള പോരാട്ടമായിരുന്നു ഈ ലൈംഗിക ചൂഷണത്തിൽ വിധേയമായ ആ സ്ത്രീക്കുണ്ടായിരുന്നതെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ഇതായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ആ സ്ത്രീയെ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിരുന്നെങ്കിൽ ആ പെൺകുട്ടി അപ്പം തന്നെ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഒന്നുകിൽ അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കാമായിരുന്നു. എത്രയോ സ്ത്രീകൾ അങ്ങനെ ബസ്സിലൊക്കെ വെച്ച് ബഹളം ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ത്രീകൾ വലിയ തോതിൽ ആ ബസ്സിൽ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ വേറെ ആരെങ്കിലും ദൃശ്യമാധ്യമങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവിടെ പീഡനം ഉണ്ടായി എന്ന് പറയുന്ന ആ പീഡനത്തിന് വിധേയമായ ഇര തന്നെ അത് റെക്കോർഡ് ചെയ്തിട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലോ മറ്റോ അത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഇര ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നെന്നുള്ള ചോദ്യമുണ്ട്. ഇരയ്ക്ക് ആ ബസ്സിൽ വെച്ച് അപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. ആ ബസ്സിലെ കണ്ടക്ടറോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ ബസ്സിലെ യാത്രക്കാരോട് പറയാമായിരുന്നു. ഇനി ഇര ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ റെക്കോർഡ് ചെയ്ത ആ റെക്കോർഡിങ് ഇരയ്ക്ക് വേണമെങ്കിൽ പോലീസിന് കൊടുക്കാമായിരുന്നു, പോലീസിന് പരാതി കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഇരയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് ഒന്നും ഉപയോഗിക്കാതെ ഇര ഇത് സാമൂഹ്യ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചത്? അതിൽ ഉൾപ്പെട്ട ആ പുരുഷൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് സുഹൃത്തുക്കളെ ഉണ്ടായത്. അത് ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യമല്ലേ? ലൈംഗിക ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു ആ ഇര ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ആ ഇര ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഇര തന്നെ ലൈംഗികമായി ചൂഷണത്തിന് വിധേയമാക്കി എന്നുള്ള ഇരയുടെ ഭാഗമാണ് ഇര എടുത്ത് പൊതുമണ്ഡലത്തിൽ കൊടുത്തത്. അതിൽ ആ ചൂഷണത്തിന് വിധേയനായി എന്നുള്ള ആളുടെ ഭാഗം എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിൽ ചിലപ്പോൾ ചൂഷണം ചെയ്തതായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അല്ലാത്തതായിട്ടുള്ള ഒരു ഭാവം കൂടി വേണമെങ്കിൽ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. അപ്പം അത് ചെയ്യാതെ ഇത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ജീവൻ നഷ്ടപ്പെടുകയല്ലേ ചെയ്തത്. യഥാർത്ഥത്തിൽ ലൈംഗിക ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെ ഇര ഉദ്ദേശിക്കുന്നത് അതിൽ ഉൾപ്പെട്ട ആളുടെ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളതല്ലല്ലോ. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടുക എന്നുള്ളതല്ലേ. അയാൾ കുറ്റം ചെയ്തിട്ടുള്ള അയാൾക്ക് ശിക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് എത്രയോ മാർഗങ്ങളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ സ്ത്രീകൾ അങ്ങനെയുള്ള മാർഗങ്ങൾ അവലംബിച്ചതായി നമുക്കറിയാം. സ്ത്രീകൾ തിരിച്ചാക്രമിച്ചതായി നമുക്കറിയാം. സ്ത്രീകൾ മുട്ടുസൂചിയും സേഫ്റ്റി പിന്നൊക്കെ കൊണ്ട് കുത്തിയതായി നമുക്കറിയാം. സ്ത്രീകൾ ഒഴിഞ്ഞു പോകുന്ന അപ്പോൾ പലതരത്തിലുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൽ ഉൾപ്പെട്ടു എന്ന് ഈ പെൺകുട്ടി പറയുന്നതായിട്ടുള്ള വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? ഇത് വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയല്ലേ? ഇതിൻ്റെ വേറൊരു പ്രത്യാഘാതം എന്താ? ഇതിൻ്റെ വേറൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത്, ഇനി നാളെ ഒരു അതിജീവിതയോ അല്ലെങ്കിൽ ഒരു ഇരയോ യഥാർത്ഥത്തിൽ തനിക്കെതിരെ നടന്ന ലൈംഗിക ചൂഷണവുമായി വന്നാൽ പോലും പൊതുമണ്ഡലം അത് വിശ്വസിക്കില്ല എന്നുള്ള നിലയിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള അങ്ങനെയുള്ള പ്രവണതകൾ ശക്തിപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതി. രാഹുൽ മാങ്കൂട്ടം തെറ്റായി പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിപ്പൊക്കി പരാതി കൊണ്ടുവരുമ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ രക്ഷപ്പെടും എന്നുള്ള നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് യഥാർത്ഥ അതിജീവിതകളുടെ വിശ്വാസ്യതയെ
ഹനിക്കുന്ന ഒരു സംഭവമാണ് ഇതുണ്ടായത് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ ചില വനിതാ പ്രവർത്തകർ ആത്മഹത്യ ഉണ്ടായെങ്കിൽ പോലും ആ ആത്മഹത്യ ഉണ്ടായെങ്കിൽ അത് ഉണ്ടാവട്ടെ, അത് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണണമെന്നൊക്കെ പറഞ്ഞ് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ആ പെൺകുട്ടി എടുത്ത നടപടി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു സ്ത്രീകൾ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒറ്റക്കെട്ടായി നിന്ന് ഇതുപോലെയുള്ള തെറ്റായ പ്രവണതകളെ എതിർക്കുകയാണ് വേണ്ടത്. അങ്ങനെ എതിർത്താൽ മാത്രമേ അതിജീവിതകളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇക്കാര്യത്തിൽ അനാവശ്യമായി ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിലയുറപ്പിച്ചാൽ അത് നാളെ യഥാർത്ഥ അതിജീവിതകളുടെ വിശ്വാസ്യതകളെ, യഥാർത്ഥ അതിജീവിതകളുടെ ക്രെഡിബിലിറ്റി ആയിരിക്കും അത് ബാധിക്കുക എന്നുള്ള ബോധ്യം സ്ത്രീ സമൂഹത്തിന് പ്രത്യേകിച്ച് ഉണ്ടാകണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.